ശ്രീസ്കന്ദമഹാപുരാണം. നമ്മൾ ഇന്നലെ വൈകിട്ട് അനുസ്മരിച്ചു വന്നത് ഉപദേശകാണ്ഡത്തിലെ ചില പ്രസക്തമായ ഭാഗങ്ങളാണ്. വളരെ ബൃഹത്തായിട്ടുള്ള ഈ പുരാണത്തിൽ നമുക്ക് യുദ്ധകാന്ഡം പോലെയുള്ള ആ ഒരു ഭാഗം പാരായണം ചെയ്തു പോകുന്നുവെങ്കിലും അത് ഈ സുബ്രഹ്മണ്യന്റെ അവതാര ചരിത്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വരുന്ന അവതാരം മുതൽ ആ ദേവസേന വിവാഹം വരെയുള്ള ഭാഗമാണ് എന്നതുകൊണ്ടാണ് നമുക്കത് പാരായണം ചെയ്യേണ്ടി വരുന്നത്. പക്ഷെ അതിനേക്കാൾ പ്രസക്തമായ അല്ലെങ്കിൽ പ്രാധാന്യമുള്ള മറ്റനേകം സന്ദർഭങ്ങൾ, അപ്പം അതിലൊന്നാണ് ഈ ഉപദേശകാന്ഡം. വേദവ്യാസവിരചിതമായിട്ടുള്ള മഹാഭാരതത്തിലൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുക. അനേകം ഉദാഹരണങ്ങളിൽ കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമായ പല വിഷയങ്ങളെയുമാണ് ഈ ഒരു ഉപദേശകാണ്ഡത്തിൽ കൂടിയിട്ട്. ഇപ്പൊ കാർത്തികേയൻ തന്നെ, സുബ്രഹ്മണ്യൻ തന്നെ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിക്കുന്നതായിട്ട് ഉള്ള ആ ഒരു ഭാഗം, അതുകൂടാതെ മറ്റനേകം സംവാദങ്ങൾ ഗുരുശിഷ്യ സംവാദ രൂപത്തിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് കുറച്ചൊക്കെ ഈ കഥാരൂപത്തിൽ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിൽ പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ഭാഗം, അതിലാദ്യം പറയുന്നത് പൂജനീ ബ്രഹ്മദത്ത സംവാദം എന്നാണ്. ഒരു പൂജനിയുടെയും ബ്രഹ്മദത്തന്റെയും അവർക്കിടയിലുള്ള, അവർ തമ്മിലുള്ള ഒരു സംഭാഷണത്തെയാണ് ആദ്യം തന്നെ ഇവിടെ കൂട്ടിച്ചേർത്തത്. കാമ്പില്യം എന്ന രാജ്യത്തിൽ അവിടുത്തെ രാജാവാണ് ബ്രഹ്മദത്തൻ. ആ രാജാവിന്റെ കൊട്ടാരത്തിൽ അന്തഃപുര മാളികയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു പക്ഷി, ആ പക്ഷിയുടെ പേരാണ് ഇവിടെ പൂജനി എന്ന് പറഞ്ഞത്. അത് കൂടുകൂട്ടിയിരുന്നു എന്നാണ്. അപ്പൊ നമുക്കറിയാം, ചില പക്ഷികൾ മനുഷ്യനോട് അധികം ഇണങ്ങുന്നതും മനുഷ്യൻ വസിക്കുന്നതിനോട് ചേർന്ന് കൂടുകൂട്ടുകയും ചെയ്യുന്ന പക്ഷികളാണ്. നമുക്ക് പല ക്ഷേത്രങ്ങളിലും പോയാൽ കാണാം ഈ കബോധ പക്ഷികൾ, മാടപ്രാവ്. അത് എവിടെയും നമ്മുടെ ഗൃഹത്തിന്റെ മുകളിൽ സൗകര്യം കിട്ടിയാൽ അവിടെ കൂടുകൂട്ടും. അതല്ല എങ്കിൽ ക്ഷേത്രങ്ങളുടെയൊക്കെ ഗോപുരങ്ങളിലൊക്കെ പോയാൽ ധാരാളം കാണാം. അപ്പോൾ ഇവിടെ ഈ കൊട്ടാരത്തിൽ, ബ്രഹ്മദത്തിന്റെ കൊട്ടാരത്തിന്റെ അന്തഃപുരത്തിന്റെ ഒരു ഭാഗത്തായിട്ട് ഈ പൂജനി, ഈ പക്ഷി കൂടുകൂട്ടി. വളരെയധികം പ്രഭാവമുള്ള, പല പ്രത്യേകതകളുമുള്ള ഒരു പക്ഷിയായിരുന്നു ഈ പൂജനി എന്നാണ്. ഒരിക്കൽ ഈ കൊട്ടാരത്തിൽ രാജാവിന്റെ പത്നി, ആ മഹാറാണി, ഒരു പുത്രന് ജന്മം നൽകുകയാണ്. അതേസമയം തന്നെ ഈ പക്ഷിയും ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്, അല്ലെങ്കിൽ അതൊരു മുട്ട ഇട്ടു, അത് വിരിഞ്ഞ് ഒരു കുഞ്ഞ് പുറത്തു വന്നു. അപ്പൊ ഈ പക്ഷി എന്ത് ചെയ്യും? ഈ പൂജനി എന്നും പ്രഭാതമായാൽ പറന്നുപോകും. എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള തീറ്റ തേടി മടങ്ങി വരുമ്പോ, എല്ലാ ദിവസവും മടങ്ങി വരുമ്പോ 2 പഴങ്ങൾ കൊണ്ടുവരുന്നതാണ്. അതിസ്വാദിഷ്ടമായിട്ടുള്ള 2 വനത്തിൽ നിന്ന് കിട്ടുന്ന 2 കായകളാണ്. അത് കൊത്തിക്കൊണ്ടുവരും. അതിലൊന്ന് ഈ തന്റെ കുഞ്ഞിന് കൊടുക്കും, മറ്റൊന്ന് ഈ അന്തഃപുരത്തിൽ ഈ രാജാവിന്റെ കുട്ടിക്ക്, അതായത് രാജകുമാരൻ, ചെറിയ കുട്ടിയാണ്, ആ കുട്ടിയുടെ ചുണ്ടിൽ ചേർത്ത് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ അതിന് കാരണം, ഈ പക്ഷിക്കറിയാം ഈ കായ
വളരെ ഗുണങ്ങളുള്ളതാണ്, ബുദ്ധിയെ ഒക്കെ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. രാജാവിനും വലിയ കാര്യമാണ്. കാരണം തൻ്റെ അന്തഃപുരത്തിന്റെ ചേർന്ന് തന്നെ കൂടുകൂടിയിട്ടുള്ള ഈ പക്ഷി അതിൻ്റെ കുഞ്ഞിന് നിത്യേന ഈ ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോൾ അതിലൊരു പഴം തൻ്റെ മകന്റെ ചുണ്ടിൽ ചേർത്ത് വയ്ക്കണതായിട്ട് കാണാം. അതിന് അതൃപ്തിയൊന്നുമില്ല. അപ്പൊ ഈ പക്ഷിയുടെ പൂജനീയുടെ കുഞ്ഞ് വളർന്നു വരുന്നതിനൊപ്പം തന്നെ ഈ രാജകുമാരനും വളർന്നു വരികയാണ്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ രാജകുമാരൻ വളർന്ന് അമ്മയുടെ കൈ പിടിച്ച് നടക്കാനും ഒക്കെ ആയി തുടങ്ങി. അപ്പൊ ഒരു ദിവസം കുറച്ചൊക്കെ തിരിച്ചറിവാവുന്ന ആ ഒരു അവസ്ഥയിൽ, ഒരു പ്രായത്തിൽ ഈ അമ്മ ഈ രാജകുമാരന് ഈ പക്ഷിക്കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുകയാണ്. നിന്റെ ഒപ്പം ജനിച്ച, അല്ലെങ്കിൽ നീ ജനിച്ചു വീണ അതേ സമയത്ത് ആ പൂജനയ്ക്ക് ജനിച്ച കുഞ്ഞാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പക്ഷിക്കുഞ്ഞിനെ കാണിച്ചു കൊടുത്തു. പിന്നെ ക്രമേണ അവര് തമ്മിലൊരു ചങ്ങാത്തമായി എന്നാണ്. രാജകുമാരന് പലപ്പോഴും ഒപ്പം കളിക്കാൻ ഈ പക്ഷിയുടെ കുഞ്ഞാണ് ഉണ്ടാവുക. അവരങ്ങനെ കളിച്ച് വളരുകയാണ്. കുറച്ച് നാളുകൾ കഴിഞ്ഞു. ഈ രണ്ടുപേരും വളർന്നു വരികയാണ്. ഒരു ദിവസം ഈ തള്ളപ്പക്ഷി പറന്നുപോയ സമയത്താണ് തന്റെ സമീപത്ത് ആരുമില്ല എന്നിരിക്കുമ്പോഴാണ് ഈ രാജകുമാരൻ ഈ പക്ഷിക്കുഞ്ഞിനെ പിടിച്ചു അതിന്റെ കഥ കഴിച്ചു, അതിനെ കൊന്നുകളഞ്ഞു എന്നാണ്. പതിവ് പോലെ സന്ധ്യാസമയമായപ്പോഴാണ് അമ്മ എന്നും കൊണ്ടുവരാറുള്ള പോലെ 2 പഴങ്ങളുമായിട്ട് മടങ്ങി വരികയും അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് തന്റെ കുട്ടി മരിച്ചു കിടക്കണു. അതിനെ കൊന്നത് രാജകുമാരനാണ് എന്ന് അതിന് മനസ്സിലായി. ഇപ്പൊ വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് കുറെ വിലപിച്ചു എന്നാണ്, കുറെ കണ്ണുനീരൊഴുക്കി. ഇങ്ങനെയാണ് മനുഷ്യരിൽ പലരും എന്നാണ്. അവരവരുടെ കാര്യം നേടാൻ വേണ്ടി സൗഹൃദം സ്ഥാപിക്കുകയും കാര്യം നേടിക്കഴിഞ്ഞാലോ ആ സൗഹൃദത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ആരെയും അധികം വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന് പക വീട്ടും ഞാൻ എന്ന ആ പക്ഷിയുടെ ദൃഢനിശ്ചയം, എന്റെ കുട്ടിയെ രാജകുമാരൻ കൊന്നുവെങ്കിൽ പക വീട്ടണം എന്ന് നിശ്ചയിച്ചു. അതിനു വേണ്ടിയിട്ടാണ് ആ പക്ഷി പറന്നുയർന്നിട്ട് തന്റെ കാലിലെ കൂർത്തുമൂർത്തതായ നഖം കൊണ്ട് ഈ രാജകുമാരന്റെ 2 കണ്ണുകളും കുത്തിപ്പൊട്ടിച്ചു എന്നാണ്. അങ്ങനെ ആ രാജകുമാരന്റെ, ആ കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. അപ്പോ ആ രാജകുമാരൻ കരയാൻ തുടങ്ങി. രാജാവ് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കി. തന്റെ മകൻ ചെയ്ത ഒരു പാതകം, ഒപ്പം കളിച്ചു വളർന്ന ആ പക്ഷിക്കുഞ്ഞിനെയാണ് തന്റെ കുട്ടി കൊന്നുകളഞ്ഞത്. സ്വാഭാവികമായിട്ടും അതറിയുന്ന ആ പക്ഷിക്ക് വേദനയുണ്ടാവും, ആ പൂജനിക്ക്. അത് അതിന്റെ വേദന കൊണ്ട് ഒരു പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ട് തന്നെ തന്റെ മകന്റെ ആ കണ്ണുകളെ, കാഴ്ചയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. പക്ഷെ രാജാവ് സംയമനത്തോടു കൂടിയിട്ട് പറയുകയാണ്. ആ പക്ഷിയോട്, ആ തള്ളപ്പക്ഷിയോട് രാജാവിന് ദേഷ്യമോ പകയൊന്നും തോന്നിയിട്ടില്ല. രാജാവ് പറഞ്ഞു, ഞങ്ങൾ നിനക്കൊരു ദ്രോഹം ചെയ്തു, ഇപ്പോ നീ അതിന് തിരികെ എന്റെ മകന്റെ കാഴ്ചശക്തി നീ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പൊ പകരത്തിന് പകരമായി കഴിഞ്ഞു, ഒപ്പത്തിനൊപ്പമായി കഴിഞ്ഞു. അതുകൊണ്ട് എന്താണ്, 2 കൂട്ടർക്കും സങ്കടം ആയി കഴിഞ്ഞു, 2 കൂട്ടർക്കും നഷ്ടമുണ്ട്. നിനക്ക് നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, എനിക്ക് എന്റെ മകന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. നമ്മൾ 2 പേരും തുല്യ ദുഃഖിതരാണ്. അതുകൊണ്ട് നീ ഇനി ഇവിടെ വിട്ടു പോവരുത്. ഇത്രയും നാൾ നീ ഇവിടെ വസിച്ച ആളാണ്. അതുകൊണ്ട് ഞങ്ങളെ ഉപേക്ഷിച്ചു പോവരുത്
എന്നൊക്കെ ഈ രാജാവ് ഈ ബ്രഹ്മദത്തൻ പറയാണ് ഈ പക്ഷിയോട്.